ഗുഡ് മോർണിംഗ്. ഇത് എത്രാമത്തെ ദിവസമാണെന്നുള്ള എണ്ണമൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. 16ആണ്. ഓക്കെ, 16ാമത്തെ ദിവസം. നമ്മളിപ്പോൾ പെഹൽഗാമിൽ നിന്ന് തിരിച്ച് ഡൽഹി ലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടം വരെ എത്തുമെന്നുള്ള കാര്യം അറിയത്തില്ല. ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ചില സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നാണ് കേൾക്കാൻ പറ്റിയത്. റോഡ് ഇപ്പോഴത്തേക്ക് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ രണ്ട് സൈഡിലും നല്ല അടിപൊളി കടുക് പാടങ്ങളുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ളൊരു കടുക് പാടത്തിൻ്റെ അടുത്ത് നിർത്തിയിട്ട് നമുക്കൊന്ന് രണ്ട് ഫോട്ടോയും കൂടെ എടുത്തിട്ടുണ്ട്. മഞ്ഞ പരവതനെയൊക്കെ വിരിച്ചിങ്ങനെ കിടക്കുന്ന കണ്ടോ, ഇതാണ് കടുക് പാടം. ഇതിനെക്കാട്ടി ഇഷ്ടംപോലെ പൂക്കളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി, അഥവാ ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ നേരത്തെ മറ്റേത് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇതെങ്കിലും ഇരിക്കട്ടെ. വീണ്ടും ഇന്നലെ തിരക്ക് നമ്മുടെ കോൺവോയ് പാസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ ഇച്ചിരി പിള്ളേർക്ക് ബ്രെഡും ഇത്തിരി പീനട്ട് ബട്ടറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് വരിയെന്ന് വെച്ച് നമ്മൾ വേറെ സാധനം മേടിച്ചായിരുന്നു. എന്ത് ഇടിയത് നീണ്ട, ഇത് നമ്മുടെ കുക്കി കണക്കത്തൊരു ഐറ്റം ഒരു റോഡ് സൈഡിൽ ഇരുന്നതാണ്. ഇതൊന്ന് പൊട്ടിച്ച് നഖം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതിനകത്ത് തേങ്ങ പൊളി, അത് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരു സോഫ്റ്റ് ഡോ, അകത്ത് തേങ്ങയും പഞ്ചാരയും, സൂപ്പർ സാധനം. അതിൻ്റെ ചോക്ലേറ്റിൻ്റെ ഉണ്ട്, പിന്നെ അതിൻ്റെ വലുതും ഉണ്ട് കേട്ടോ. സൂപ്പർ സാധനം. അപ്പോൾ രാവിലത്തെ സ്നാക്സ് ഏകദേശം റെഡിയായി. പിന്നെ കുറച്ചൊന്ന് വണ്ടി ഒതുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ കിട്ടാൻ നേരത്ത് നമ്മൾ അതിനകത്ത് ലഞ്ചും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും മുമ്പോട്ട് പോവുക. ഇത് ഏതാണ് സ്ഥലമെന്നൊന്നും ചോദിക്കരുത്. നമ്മളൊരു ഡീവിയേഷൻ കണ്ടു, ചുമ്മാ അതിലേക്കൂടെ കയറിപ്പോയി. ഒരു റിവർ കണ്ടു, അതിൻ്റെ സൈഡിൽ നിർത്താൻ പറ്റുന്ന പരിപാടി വല്ലതും ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി. അത്രേ നമുക്കറിയാവുള്ളൂ. അട്ടുമുളുക്കൊക്കെ കിടക്കുന്നത്. ഇതാണ് ലൊക്കേഷൻ. നമ്മളിവിടെയാണ് ഇന്നത്തെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളവിടെ ഒരു ലോക്കൽ ആളിനെ കണ്ടു, പുള്ളിയുടെ അടുത്ത് ചോദിച്ചു ഇവിടെ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന്. അങ്ങനെ അയാൾ പറഞ്ഞു നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല, കോയി പ്രോബ്ലം നഹി, കോയി ചിന്ത നഹി, കോയി പർവ നഹി, ആപ് ജോ കർണ ഹെ വോ കർലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ സംഭവം കണ്ട, ഇവിടെ എത്ര ചെമ്മരിയാടുണ്ട്, വല്ലത്തിനെയും കാണുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കും ഇവിടെ കിടക്കുന്ന മൊത്തം ഉരുളക്കല്ലാണെന്നില്ലേ? അതുകൊണ്ട് ഈ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ചെമ്മരിയാടുണ്ട് കേട്ടോ. ആ കല്ലിൻ്റെ അതേ ഷേപ്പ്, കല്ലിൻ്റെ അതേ കളർ, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇന്നത്തെ ഖാന കഴിഞ്ഞു കേട്ടാ. നമ്മളിത്തിരി പാത്രം കഴുകാനായിട്ട് ആറ്റിൻകരയിലോട്ട് വന്നതാണ്. നിൻ്റെ കാലിലെന്തോ പറ്റി? ഒന്നുമില്ലേ? ഉണ്ടാ, ഇത്ര സൗകര്യമുള്ളൊരു സ്ഥലം ഇവിടെ കിട്ടും. ഫുഡ് കഴിക്കുക. ഇവിടെ വെള്ളം ഉള്ളതായിട്ട് കാണുന്നുണ്ടോ? കണ്ടാ, ഇത് വെള്ളമാണ്. ദിസ് ഈസ് വാട്ടർ. സോ ക്ലിയർ. പക്ഷേ മറ്റേ ദൂരോട്ട് നോക്കാൻ നേരത്തെ ചെറുതായിട്ട് ആ ഒരു മഡിനെസ് കാണാൻ പറ്റും. എന്നാലും നല്ല അടിപൊളി ക്ലിയർ വെള്ളം കേട്ടോ. നല്ല തണുപ്പുണ്ട്. കാറ്റിന്റെ സൗണ്ട് അല്ല, വെള്ളത്തിന്റെ സൗണ്ടാണ്. കേട്ടാ, സൂപ്പർ അല്ലേ? നമ്മളങ്ങനെ ഫുഡടി കഴിഞ്ഞു. ഇന്ന് നമ്മള് നല്ല അടിപൊളി ചോറും വെള്ളത്തിന്റെ സൗണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ നല്ല അടിപൊളി ചോറും നല്ല ക്യാരറ്റ് മെഴുക്ക് വരട്ടിയും പിന്നെ മറ്റേ കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു കറി, പിന്നെ നമ്മുടെ ഫുഡ്സിൻ്റെ ചിക്കൻ, അങ്ങനെ എല്ലാം കൂടെ വെച്ച് നല്ല ലാവിഷായിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അപ്പം നമ്മളിവിടെ നിന്ന് ഫുഡൊക്കെ പാത്രമൊക്കെ കഴുകി എടുത്തിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ പോവുകയാണ്. ഇന്ന് കോൺവോയ് ഉണ്ട്, അപ്പോൾ എല്ലായിടത്തും നല്ല ട്രാഫിക് ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് എവിടം വരെ എത്തിപ്പെട്ടാൻ പറ്റുമെന്ന് അറിയത്തില്ല. പത്നി ടോപ്പിൻ്റെ താഴെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ളതാണ് ആഗ്രഹം. നമുക്ക് നോക്കാം. ഇവിടെ മൊത്തം ഉരുളങ്കല്ലാണ് കേട്ടോ. ഇവിടെ കുറേ സ്ഥലങ്ങളിലൊക്കെ വേണ്ടത് കണക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആസ് യു ക്യാൻ സി, നിങ്ങൾക്ക് വേണ്ടേ ലോറിയിൽ സംഭവന്മാർ കൊണ്ടുപോകുന്നുണ്ട് ഇതെങ്ങോട്ടാ കണ്ട. പിന്നെ കുറേയൊക്കെ അവിടെ തട്ടിയിടുന്നുണ്ട്. പിന്നെ റോഡ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളും ഇവിടെ നിന്നൊരു 1-2 കല്ല് പറക്കിയെടുത്തു. ഇവിടെ നല്ല പച്ച കളറുള്ള കല്ലുണ്ട്. ഈ സംഭവത്തിൻ്റെ വലുത് കണ്ട കാണിച്ചു തരാം. ഇത് കണ്ട, നല്ല പച്ച കളറുണ്ട്. ഇത് പായൽ പിടിച്ചിരിക്കുന്നതല്ല, ഇതിനകത്തും ഈ കളർ തന്നെയാണ്. ഞാൻ പൊട്ടിച്ച് നോക്കി. ഇത് ഏതെങ്കിലും ഒരു മറ്റേ പച്ച ഗ്രാനൈറ്റോ പച്ച മാർബിളൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ വല്ല കഷ്ണങ്ങളും ആയിരിക്കും. ഇവിടെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. വലിയ റൗണ്ടായിട്ടൊക്കെ താണ്ടിരിക്കുന്നു. ഇത് ആ പച്ചക്കല്ലാണ്. ഉണ്ടോ? ഈ സംഭവം ആ പച്ചക്കല്ലാണ്. കണ്ടോ? എന്നിട്ട് വെള്ളക്കല്ലുണ്ട്. എന്നിട്ട് ഒരുമാതിരി ഒരു എന്തേടി ഒരു ചുമന്ന കളർ കല്ലുണ്ടായിരുന്നല്ലേ? ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ. അങ്ങനെ ഒരു ചുമന്ന കളറുള്ള കല്ലുണ്ട്, ഒരു ബ്ലാക്ക് കളർ കല്ലുണ്ട്, അങ്ങനെ പലതരം വെറൈറ്റിയിൽ കല്ലുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ബ്ലാക്ക് കാണിച്ചില്ല, പച്ച കാണിച്ചു കൊടുത്തു. ഇത് ബ്ലാക്ക്. ഓ അല്ല, ബ്ലാക്ക് തന്നെ. ഇത് ബ്ലാക്ക്.
ഇത് ബ്ലാക്ക്, ഇത് ബ്ലാക്കിൽ വൈറ്റ്, പിന്നെ കുറേ വരവുള്ളതുണ്ട്. റെഡിഷ് ഇതാണ്ട്. പക്ഷേ ഇതല്ല, ഇതിനെക്കാട്ടി നല്ല അടിപൊളി ചുമന്ന കളറുള്ളതുണ്ട് കേട്ടോ. കണ്ടോ, ഇതിനകത്ത് ആ പച്ച കളർ നല്ല സൂപ്പറായിട്ട് അറിയാൻ പറ്റും. കണ്ടോ, അടിപൊളി പച്ച കളർ. റെഡ് താണ്ട് ബുക്കറെണ്ണം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അതാണ് ഇവിടുത്തെ കല്ല് ശേഖരം. യേസ്, അതാണ് ഇവിടുത്തെ കല്ല് ശേഖരം. ഇഷ്ടം പോലെ കളറായിട്ട് കല്ലുണ്ട് കേട്ടോ. ഇത് നേരം സന്ധ്യയതല്ല കേട്ടോ, നേരം വെളുത്തതാണ്. ഇന്നലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹൈവേ പിടിച്ചെങ്കിലും ഭയങ്കര ബ്ലോക്കായിരുന്നു. വളരെ കഷ്ടിച്ച് ഇച്ചിരി കിലോമീറ്ററേ നമ്മൾ ഓടിയുള്ളൂ. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ ഒരു സ്ഥലത്ത് നമ്മൾ സെറ്റിലായി. ഇത് ബനിഹാൽ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റൂം എടുത്തിട്ട് നേരത്തെ കയറി കിടന്നുറങ്ങി. ഒരു 8 മണിയായപ്പോഴേ നമ്മൾ കയറി കിടന്നുറങ്ങി. എന്നിട്ട് ഇന്ന് രാവിലെ എണീറ്റിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5:30 ആയതേ ഉള്ളൂ. നേരം വെളുത്ത് ഒരു 7 മണി ആയ കണക്കൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. 5:30 ആയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നേരെ വിട്ട് പറ്റുകയാണെങ്കിൽ ഡൽഹി പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഇത്തിരി തോനെ ദൂരം ഉണ്ട്, അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങുന്നത്. ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ നമുക്ക് പോകുന്ന വഴിയേ ചെയ്യാം. അപ്പോൾ ഈ 2 ദിവസത്തെ വീഡിയോ കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുവാണേ. നമ്മൾ റോഡിൽ വീണ്ടും ബ്ലോക്ക് തന്നെയാണ് അവസ്ഥ. പക്ഷേ അറ്റ്ലീസ്റ്റ് മൂവിങ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. ഇഷ്ടംപോലെ വണ്ടി ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിപ്പം രാത്രിയാവുന്ന നേരത്ത് നമ്മുടെ ഗുഡ്സുകാരെല്ലാം കൂടെ ഇറങ്ങുമല്ലോ, ആ ഒരു സംഭവം ആയിരിക്കും. ഇനിയുള്ള ഒരു 2-3 കിലോമീറ്ററിലേക്ക് മാപ്പിൽ യെല്ലോ കളറാണ് കാണിക്കുന്നത്. യെല്ലോ ആയാലും കുഴപ്പമില്ല, റെഡായിട്ട് വഴിയിൽ കിടക്കാതിരുന്നാൽ മതിയായിരുന്നു. ടോട്ടൽ ട്രാവൽ ടൈം എന്ന് പറയുന്നത് 12 മണിക്കൂറാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം അതെല്ലാം കൂടെ ട്രാവൽ ചെയ്ത് ഡൽഹിയിൽ എത്താൻ നേരത്ത് രാത്രി 7 മണി 8 മണിയൊക്കെ എന്തായാലും ആവും. ട്രാഫിക് ഒരുപാടുണ്ടെങ്കിൽ അതിലും താമസിക്കും. എന്തായാലും ഇന്ന് ഡൽഹി പിടിക്കണം, അത് തന്നെയാണ് ഉദ്ദേശം. പിന്നെ ആ ഒരു സൈഡ് നമ്മുടെ ഈ ഒരു മെയിൻ ഹൈവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഡ്രൈവ് ചെയ്യുന്ന അത്ര ഇഷ്യൂ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഫ്രോസ്റ്റ് അടിച്ചിട്ടുണ്ട്, ഡീഫ്രോസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഇപ്പം വെളുത്തോളും. പിന്നെ ഈ സിറ്റിയൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. ഇവിടെ എന്താ പറയുന്നത്, വേറെ കടകളും കാര്യങ്ങളും അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. അതൊക്കെ മിക്കവാറും നല്ല താമസിക്കും. ഇവിടെ നേരം വെളുക്കുന്നത് 5 മണിക്ക് വെളുക്കുമെങ്കിലും ആൾക്കാരൊക്കെ ഒരു ഓണായി വരാനായിട്ടൊരു 9-10 മണിയൊക്കെ ആവും കേട്ടോ. ഓക്കെ, അപ്പം ഇനിയിപ്പം ഈ ബ്ലോക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അട്ടേപ്പ് ചെയ്യാൻ അടി പറഞ്ഞേ. നമ്മൾ ഏതൊക്കെയോ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കൂടെ കഴിയാൻ നേരത്ത് നമ്മുടെ പത്താംകോട്ടിലേക്ക് ഈ റോഡ് വന്ന് കയറും. പത്താംകോട്ട് കറക്റ്റ് പത്താംകോട്ടിലല്ല, അതിന് മുമ്പേ ഏതായാലും സ്ഥലത്തിൽ വന്ന് കയറണം. എന്തായാലും മച്ചാൻ പക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ട് താഴെ കൂടെ താവി റിവറാണ് കേട്ടോ വഴി പോകുന്നത്. ഈണ്ട പോകണണ്ട, അതിലേക്കൂടെ റിവർ പോകുന്നുണ്ട്. അത് താവി റിവറാണ് കേട്ടോ. പിന്നെ ഒന്ന് നടന്ന് നിർത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഏതൊക്കെയോ ബൈ റൂട്ട് വഴി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതെ ഇവിടെ എത്തി. നമ്മൾ ചെറുതായിട്ടൊന്ന് മൂത്ര ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നല്ല അടിപൊളി സീനിക്കായിട്ടുള്ളൊരു പ്ലേസ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭൂപ്രകൃതിയാണ് കേട്ടോ ഇവിടെ. നമ്മൾ കാശ്മീർ ഫുള്ള് ആ ഒരു റോക്കി മൗണ്ടൻസ് കാര്യങ്ങളിലായിരുന്നു. ഇവിടെ കുറച്ചും കൂടെ വേറൊരു ടൈപ്പ് ലേയേർഡായിട്ടുള്ള ഹിൽസ് കണക്കത്തെ സംഭവം. നല്ല തിക്ക് ഫോറസ്റ്റാണ്. നമ്മൾ ഇതുവരെ കണ്ടണക്കത്തെ ഫോറസ്റ്റ് അല്ല, ഇത് ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. നമ്മളവിടെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ മറ്റേ ജമ്മു കാശ്മീർ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആസ് യു ക്യാൻ സീ നല്ല അടിപൊളിയായിട്ട് തിക്കായിട്ട് കിടപ്പുണ്ട് ഫോറസ്റ്റ്. അതേ ഒരു കാക്ക പോകണം. ഇവിടുത്തെ കാക്കയൊക്കെ ഭയങ്കര ബാസമുള്ള ശബ്ദമാണ് കേട്ടോ, നല്ല രസമാണ് കേൾക്കാൻ. അപ്പം നമുക്കപ്പോൾ ഇനി വിട്ടു പോകാമല്ലേ ഇതാണ്ടേ ആ ഒരു സ്ഥലം കണ്ട, അവിടെ ഒരു മാതിരില്ല മടക്ക് കണക്ക് നോക്കട്ടെ. അങ്ങോട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകാൻ നേരത്ത് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിക്ക് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നിർത്തിയിട്ട് കാണിച്ചേനെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ ഈ ഒരു ഭൂപ്രകൃതിക്ക് അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ എന്തെങ്കിലും പ്രത്യേകിച്ച് പേരും വല്ലതും ഉണ്ടോ? എന്തെങ്കിലും അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നമ്മുടെ മെയിൻ ഹൈവേയിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. നമ്മൾ പത്താൻകോട്ടിലേക്കുള്ള ആ ഒരു മെയിൻ ഹൈവേ. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഈ വഴി കൂടെ തന്നെയാണ് പോയത് കേട്ടോ. ഇവിടെ നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനി ഒരു 10-15 കിലോമീറ്റർ കണക്കാണ്. അതായത് ഫുള്ള് കൺസ്ട്രക്ഷൻ നടക്കുമായിരിക്കും. സൈഡ് വഴി കൂടെ ആയിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ട്രാഫിക് മൂവ് ആകുന്നുണ്ട്. അന്ന് വന്നപ്പോഴത്തേക്ക് ട്രാഫിക് കുറച്ചും കൂടെ ടൈറ്റ് ആയിരുന്നു. ഇന്ന് കുഴപ്പമില്ലാതെ മൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ സമയം 9:30 കേട്ടോ. അപ്പോൾ ഒരു
നമ്മൾ ഇനി പത്താങ്കോട്ടിലെത്താൻ നേരത്തെ വണ്ടി നിർത്തുന്നുള്ളൂ. അവിടെ നിന്ന് ഇനി കാപ്പി അന്തരം വെച്ചാൽ അവിടെ നിന്ന് കുടിക്കാം. അതാണ് പ്ലാൻ. ഇപ്പം നല്ല വെയിലൊക്കെ അടിച്ച് ടെമ്പറേച്ചറൊക്കെ വീണ്ടും പഴയണൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ടീഷർട്ടിലേക്കും ബനിയനിലേക്കും ഒക്കെ മാറി സ്വെറ്ററൊക്കെ ഊരി കളഞ്ഞ് ഷൂ മാറ്റി ചെരുപ്പാക്കി എല്ലാ പരിപാടിയും പഴയണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂട് കാലാവസ്ഥയിലേക്ക് തിരിച്ചു പോകാല്ലേ. 2 ദിവസം കൊണ്ട് കേരളത്തിൽ മഴ പെയ്യുമെന്നൊക്കെ റിപ്പോർട്ട് ഉണ്ട്. അപ്പൊ നമ്മള് തിരിച്ചെത്തുന്നതിന് മുമ്പ് മഴ പെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ നമ്മളെ ശരീരം താങ്ങൂല. ഇവിടെ നിന്ന് തണുപ്പൊക്കെ അടിച്ച് സുഖിച്ചിരിക്കുകയാണ് ഇപ്പൊ ശരീരം. അകെ എല്ലാ നേരത്തേക്ക് അല്ലെങ്കിൽ അയ്യോ അയ്യേ അപ്പൊ ഇതാ പറയും, എന്നെ എന്തിനമ്മ വീട്ടിൽ കൊണ്ടുവന്നത് എന്ന് പറയും ഇത്. എന്തായാലും അങ്ങനെ പറയുന്നീ നോക്കിക്കോ. അവ എന്തായാലും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് പത്താങ്കോട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണും. നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. നമ്മുടെ പത്താങ്കോട്ട് കഴിഞ്ഞ കേട്ടാ. പത്താങ്കോട്ട് കഴിഞ്ഞ് ഡൽഹിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതുവരെ ഒരു 200 കിലോമീറ്റർ കവർ ചെയ്തു. ഇതാ അതൊന്ന് ഇടിച്ചിട്ട് പോവേ. അവൻ കുരങ്ങനെ പേടിയാക്കുന്നു അവിടെ ഇരുന്ന്. നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ ഊണും വൈകിട്ടത്തെ സ്നാക്കും എല്ലാം കൂടെ ഒരുമിച്ച്, പിന്നെ പെട്രോൾ, അതെല്ലാം കൂടെ നമ്മളിത് ഇവിടെ നമ്മുടെ ഭാരത് പെട്രോളിയൻ്റെ ഗർ എന്ന് പറയുന്ന ഈ പരിപാടി ഉണ്ടല്ലോ. ഇത് പെട്രോൾ പമ്പാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ തന്നെ നമ്മുടെ ട്രക്കേഴ്സിനുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവർക്ക് കുളിക്കാനും നനയ്ക്കാനും ബാത്റൂമിൽ പോകാനും ഉള്ള എല്ലാ സെറ്റപ്പും ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, ബേബി കുഞ്ഞുങ്ങൾക്ക് ഊഞ്ഞാലാടാനുള്ള ഊഞ്ഞാലുണ്ട്. അതാണ്ട് ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ധാബയുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡ്, തരക്കേടില്ലാത്ത റേറ്റ്, കത്തി റേറ്റൊന്നുമല്ല. ഇതിൽ കറങ്ങിക്കോ. എന്നിട്ട് ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്, എയർ ഫ്രീ ആണ്, വെള്ളമുണ്ട്. ഈ നമ്മളെ ബാച്ചിലേഴ്സൊക്കെ വരികയാണെങ്കിൽ നൈസാണ്. ഇതിൻ്റെ ബാക്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് സുഖമായിട്ട് കയറി കിടന്നുറങ്ങാൻ, രാവിലെ എണീക്കാൻ, പറ്റിയിരിക്കാൻ, കുളിക്കാൻ എല്ലാ പരിപാടിയുണ്ട്. ഫാമിലിയായിട്ട് വരാൻ നേരത്ത് കുളിയും കാര്യങ്ങളൊന്നും ഇവിടുത്തെ പരിപാടി നടക്കത്തില്ല. കാരണം ലോറിക്കാരെല്ലാവരും കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്താ ഇങ്ങനൊരു സംഭവം നമ്മുടെ നാഷണൽ ഹൈവേയുടെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഞാൻ ബൈക്കിൽ വന്നപ്പം കയറിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഇപ്പം ഈ ട്രിപ്പിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കയറുന്നത്. ഓക്കെ, അതാണ്ട് ഈ ഒരു ലോഗോ ഓർത്ത് വെച്ചിട്ട് മതി. ഗറെന്ന് എഴുതിയിരിക്കും. നമ്മുടെ ഭാരത് പെട്രോളിയത്തിൻ്റെ കൂടെ ഗറെന്ന് എഴുതിയിരിക്കും. അങ്ങനത്തെ പെട്രോൾ പമ്പിലാണ് ഞാൻ ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഉള്ളത്. അതായത് പെട്രോൾ പമ്പ്, പിന്നെ നമ്മുടെ ധാബ, റെസ്റ്റ് റൂം എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന പരിപാടി കേട്ടോ. ഓക്കേ, അപ്പോൾ ഇനിയുണ്ട് ഒരു 100-300 കിലോമീറ്റർ ഡൽഹിക്ക് വിട്ട് പിടിക്കാൻ പോവുകയാണ്. ബ്രോ, ഇത് നിങ്ങളുടേതാണാ ഈ പാടം? യു ആർ ദ സെക്യൂരിറ്റി? സൂര്യകാന്തി പാടം നല്ല അടുത്ത് കണ്ടില്ല എന്ന് പറയണ്ട. ഇവിടെ സെക്യൂരിറ്റി നിപ്പോണ്ട്. നമ്മൾ ആരെങ്കിലും പൂ പിച്ചുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഇവിടെ ആള് പോണ്ട് കേട്ടോ. അത് ശരിയാണ് കേട്ടോ. എന്റെ നാട്ടിൽ പശു അല്ല, എരുമയും പോത്തും. രാത്രി 10:30 മണിയായി കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഒരു റൂം കണ്ടുപിടിച്ച് സെറ്റിലായത്. നമ്മൾ ഫുഡ് മേടിക്കാൻ പോയിട്ട് തിരിച്ച് റൂമിലോട്ട് പോകും കേട്ടോ. നിങ്ങൾക്ക് ചെറുതായിട്ട് അവിടെ സോളിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. വണ്ടിയെ കൊണ്ട് അവിടെ ഒതുക്കിയിട്ടിട്ട് നമ്മൾ ഫുഡ് മേടിക്കാൻ പോയതാണ്. അവർ രണ്ടുപേരും റൂമിൽ കാണും ആൾറെഡി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ഈ ഒരു ഹോട്ടലാണ് കേട്ടോ നിൽക്കുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ റേറ്റ് വെച്ചിട്ട് കിട്ടിയിരിക്കുന്നത് ഫെയർ റേറ്റാണെന്ന് തോന്നുന്നു. നാളെ നമുക്ക് ചാന്ദിനി ചൗക്ക്, പിന്നെ അങ്ങനത്തെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഡ്രസ്സ് ഷോപ്പിംഗ്, അങ്ങനത്തെ പരിപാടികളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ പോകാനാണ് പ്ലാന്. ഒരു പൗല വരുന്നത്, പൗല റൂമിലോട്ട് പോയിട്ട്. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഷോട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങോട്ടാണ് റൂം, കയറി പോകണം. ഇങ്ങോട്ടാണ് കയറി പോകണം, ഇവിടെയാണ് റൂം. അപ്പോൾ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയെന്നറിയോ? 600 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 12 മണിക്കൂറുണ്ട്. എവിടെ പോകണ്ടാ? ഇത് 102 കോളിംഗ്. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന റൂം. അത്യാവശ്യം
തിരക്കേടില്ലാത്ത റൂമാണ്. വിൻഡോ AC ഒക്കെ ഉണ്ട്. AC ഒക്കെ വർക്ക് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം തിരക്കേടില്ലാത്ത ബാത്റൂമും ഒരു ഫുൾ മിററും ഒക്കെ ഉണ്ട് കേട്ടോ. സെറ്റാണ്. ഈ റൂമിന് 1800 രൂപയാണ് പക്ഷേ റേറ്റ് വന്നിരിക്കുന്നത്. ഇത്തിരി കൂടുതലാണ്, പക്ഷേ കുഴപ്പമില്ല. ഡൽഹിയിൽ ഇതിൽ കുറച്ച് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളത്തെ വീഡിയോ കാണാം. ഗുഡ് നൈറ്റ്.